നമസ്കാരം. ടോപ് 10 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൊട്ടിക്കയറി കൊട്ടിക്കലാശം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. കൂട്ടലും കിഴിക്കലുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടർമാരുടെ മനസ്സിലെന്ത്? നിശബ്ദ പ്രചാരണത്തിൽ മുന്നണികളുടെ തന്ത്രമെന്ത്? വിധിയെഴുതാൻ വോട്ടർമാർ തയ്യാറെടുത്തു കഴിഞ്ഞു. ജനമനസ് 13-ന് അറിയാം. സമഗ്രമായ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചരണം. ആത്മവിശ്വാസത്തോടെ സ്ഥാനാർത്ഥികൾ. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെ നവലിബറൽ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനമെടുക്കുകയുണ്ടായി. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായിരുന്നു അത്. അതിനെക്കുറിച്ചാണ് ആ മുഖപ്രസംഗത്തിലെ സിംഹഭാഗവും ദേശാഭിമാനി എഴുതിയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AKG സെന്ററിൽ നടന്ന കൂടിക്കാഴ്ച അവർ ആവശ്യപ്പെട്ട പ്രകാരം. അവരെ മുഖത്തു നോക്കി വർഗീയവാദികളെന്ന് താൻ വിളിച്ചുവെന്നും വിശദീകരണം. 600 വാഗ്ദാനങ്ങളിൽ 580 LDF നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്രം മുഖം തിരിച്ചുവെന്നും പിണറായി വിജയൻ. കേരളം കാത്തിരിക്കുന്ന വിധി. നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ. പൾസർ സുനി, നടൻ ദിലീപ് എന്നിവർ ഉൾപ്പെടെ 10 പ്രതികളും കോടതിയിൽ ഹാജരാകും. വിധി പറയുന്നത് 8 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് SITക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത് എനിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണ്ണപ്പാളിയെല്ലാം അടിച്ചുകൊണ്ട് പോയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി രമേശ് ചെന്നിത്തല. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധം. 500 കോടി രൂപയുടെ ഇടപാട് നടന്നുവെന്നും ചെന്നിത്തല. ചില വ്യവസായികൾക്കും പങ്ക്. SITക്ക് കത്ത് നൽകി. ഇടപാട് നേരിട്ടറിയാവുന്ന വ്യക്തിയെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും ചെന്നിത്തല. അന്വേഷണ സംഘം ബുധനാഴ്ച ചെന്നിത്തലയുടെ മൊഴിയെടുക്കും. യാത്രാ പ്രതിസന്ധിയിൽ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. വ്യോമയാന നിയമങ്ങളിൽ വീഴ്ച വരുത്തിയതിന് ഇൻഡിഗോ CEOയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പാർലമെന്ററി സമിതി. പ്രതിസന്ധി 3 ദിവസത്തിനകം അവസാനിക്കുമെന്ന് ഇൻഡിഗോ. ഇതുവരെ യാത്രക്കാർക്ക് 610 കോടി രൂപയുടെ റീഫണ്ട് അനുവദിച്ചു. സർവീസുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടിയെന്നും കമ്പനി. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊടുക്കാൻ പുതിയ സംഘത്തെ നിയോഗിച്ച് ക്രൈംബ്രാഞ്ച്. നടപടി ആദ്യ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ ചോരുന്നുവെന്ന നിഗമനത്തിൽ. 2ാം കേസിലെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. ഗോവ അർപ്പോറയിലെ നൈറ്റ് ക്ലബിൽ വൻ അഗ്നിബാധ. 3 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 25 പേർക്ക് ദാരുണാന്ത്യം. തീ പടർന്നത് പടക്കം പൊട്ടിച്ചപ്പോഴെന്ന നിഗമനം. മാനേജർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. കൊല്ലം കുരീപ്പുഴയിൽ തീപിടുത്തം. കായലിൽ കെട്ടിനിർത്തിയിരുന്ന 11 ബോട്ടുകൾ കത്തിനശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമെന്ന മത്സ്യത്തൊഴിലാളികൾ. ജൂനിയർ ഹോക്കി ലോകകപ്പ് സെമിയിൽ ഇന്ത്യക്ക് തോൽവി. ജർമ്മനിയോട് 1-5 തോറ്റു. ആഷസ് 2ാം ടെസ്റ്റിലും ഓസ്ട്രേലിയക്ക് ജയം. ഇംഗ്ലണ്ടിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു.
കടുവ സെൻസസിനിടെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവിന്റെ മകന് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകും. കാളിമുത്തുവിന്റെ മരണകാരണം ആന്തരിക രക്തസ്രാവമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നട്ടെല്ലും വാരിയെല്ലും തകർന്ന നിലയിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. തെയ്യമുഖങ്ങൾക്കായി ഒരു കലാക്യാമ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. ആവേശകരമായ കൊട്ടിക്കലാശമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നടന്നത്. റോഡ് ഷോകളും ബൈക്ക് റാലികളും ഒക്കെയായി മുന്നണികൾ അവസാനവട്ട പ്രചരണം കൊഴുപ്പിച്ചു. കൊട്ടിക്കലാശം നടന്ന ജില്ലകളുടെ മുക്കിലും മൂലയിലും വരെ വലിയ ആവേശ പ്രകടനമാണ് നടന്നത്. സംഘർഷം ഒഴിവാക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ പോലീസിനെ നിയോഗിച്ചിരുന്നു. 20 ദിവസം നീണ്ടുനിന്ന പ്രചാരണത്തിന് ഇന്ന് വൈകുന്നേരം 6 മണിയോടെ തിരശ്ശീല വീണു. നാളെ ഇനി നിശബ്ദ പ്രചരണ ദിനമാണ്. മറ്റന്നാളാണ് വിധിയെഴുത്ത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. 7 ജില്ലകളിലെ പരസ്യപ്രചരണമാണ് ഇന്ന് കൊട്ടിക്കലാശത്തോടെ അവസാനിച്ചത്. തിരുവനന്തപുരത്ത് മുന്നണികൾ വാഹന റാലിയുടെ അകമ്പടിയോടെ കൊട്ടിക്കലാശം കളറാക്കി. സ്ഥാനാർത്ഥികൾക്കൊപ്പം മുന്നണികളുടെ പ്രമുഖ നേതാക്കളും കൊട്ടിക്കലാശത്തിൽ കളത്തിലിറങ്ങി. വാദ്യമേളങ്ങൾ, നൃത്തച്ചുവടുകൾ, DJ പാട്ടുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി സ്ഥാനാർത്ഥികളും പാർട്ടികളും കൊട്ടിക്കലാശം ആഘോഷമാക്കി. കൊല്ലം ജില്ലയിലും 3 മുന്നണികളും കൊട്ടിക്കലാശത്തിന്റെ ആവേശം ഒട്ടും കുറച്ചില്ല. 68 ഗ്രാമപഞ്ചായത്തുകളും 11 ബ്ലോക്ക് പഞ്ചായത്തുകളും 4 നഗരസഭകളും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പരസ്യപ്രചാരണം ഉത്സവാഘോഷമായാണ് സമാപിച്ചത്. ദിവസത്തെ വിശ്രമമില്ലാത്ത പരസ്യപ്രചരണത്തിന് സമാപനം കുറിച്ച പത്തനംതിട്ട ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ കൊട്ടിക്കലാശമാണ് നടന്നത്. ഇനി നിശബ്ദ പ്രചരണത്തിനുള്ള മണിക്കൂറുകളാണ് ശേഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കലാശക്കൊട്ടിൽ ആവേശഭരിതമായി മുന്നണി പ്രവർത്തകർ. മധ്യകേരളത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. അവധി ദിവസം കണക്കിലെടുത്ത് ഇടുക്കിയിൽ പ്രധാനപ്പെട്ട ടൗണുകളിൽ ഇന്നലെ തന്നെ കൊട്ടിക്കലാശം നടത്തിയിരുന്നു. കൊച്ചിയിൽ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു. UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് ദീപ്തി. മന്ത്രി P രാജീവ് കളമശ്ശേരിയിൽ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി. കൊച്ചിയിലെ മിക്ക ജംഗ്ഷനുകളിലും വിവിധ പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടി. ഞായറാഴ്ച അവധി ദിവസമായതിനാൽ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട പല ടൗണുകളിലും ഇന്നലെ തന്നെ കൊട്ടിക്കലാശം നടത്തിയിരുന്നു. ഇന്ന് പലയിടത്തും വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചരണത്തിന്റെ സമാപനം. എന്നാൽ തൊടുപുഴ, വണ്ടിപ്പെരിയാർ, നെടുങ്കണ്ടം തുടങ്ങിയ മേഖലകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവേശത്തോടെ കൊട്ടിക്കലാശം നടത്തി. ആലപ്പുഴയിൽ പ്രാദേശികമായുള്ള കൊട്ടിക്കലാശങ്ങളാണ് പ്രധാനമായും നടന്നത്. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് 3 മുന്നണികളും പ്രചരണ പരിപാടികൾക്ക് ആവേശകരമായ സമാപനം കുറിച്ചു. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ UDFന്റെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോട്ടയത്ത് രാവിലെ മുതൽ തന്നെ തദ്ദേശ വാർഡുകൾ കേന്ദ്രീകരിച്ച് വാഹന റാലികൾ നടന്നു. ഉച്ചയ്ക്ക് ശേഷം ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോകളും വാഹന റാലികളും. കോട്ടയത്തും പാലായിലും പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശങ്ങൾ നടന്നില്ല. പാലാ കുരിശുപള്ളിയിലെ ജൂബിലി തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ കൊട്ടിക്കലാശം വേണ്ടെന്ന് സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. കോട്ടയം നഗരസഭാ പരിധിയിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വൈക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന റൗണ്ടിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വീടുകൾ കയറി ഇടതു സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ചു. പരസ്യപ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ വാദ്യമേളങ്ങളും ഇരുചക്ര വാഹന റാലികളും മറ്റുമായി മുന്നണികൾ ആഘോഷമാക്കി. 6 മണിയോടെ പരസ്യപ്രചാരണത്തിന് സമാപനമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം ശേഷിക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ 7 ജില്ലകളിലായി 595 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. തിരുവനന്തപുരത്തു നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അശ്വതി, 7 ജില്ലകളിലുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളടക്കം ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രധാന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആകെ 75,643 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 1,199 മട്ടന്നൂർ ഒഴിച്ചുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 2,86,24,558 പേർ വോട്ട് ചെയ്യുന്നതിനായി തയ്യാറെടുത്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നടക്കുന്ന 7 ജില്ലകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 126 ട്രാൻസ്ജെൻഡർമാർ ഉൾപ്പെടെ 1,32,83,789 പേരാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനായി എത്തുന്നത്. അത് 456 പേർ ഇവരിൽ പ്രവാസികളാണ്. പ്രവാസികൾ വോട്ട് ചെയ്യുന്നതിനായി എത്തുന്ന സമയത്ത് അവരുടെ തിരിച്ചറിയൽ രേഖയായി പാസ്പോർട്ട് അടക്കം കയ്യിൽ കരുതണം എന്ന കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആകെ 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് തന്നെ 15,432 പോളിംഗ് സ്റ്റേഷനുകളും ഈ തെരഞ്ഞെടുപ്പിനായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കം നടക്കുകയും ചെയ്യും. അതേ സമയത്ത് തന്നെ കഴിഞ്ഞ 1 മാസമായി തുടർന്നു വരുന്ന പ്രചരണ പരിപാടികൾ ആദ്യഘട്ടത്തിന് സമാപനമാകുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ വലിയ പ്രതീക്ഷയിലാണ്, മുന്നണികളൊക്കെയും തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. നോക്കുകയാണെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമായും ആദ്യഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3 കോർപ്പറേഷനുകളാണ് പ്രധാനമായി ഉള്ളത്. അത് തിരുവനന്തപുരവും കൊല്ലവും അതുപോലെ തന്നെ കൊച്ചിയുമാണ്. ഈ 3 കോർപ്പറേഷനുകളും LDFിൻ്റെ കയ്യിലാണ് നിലവിലുള്ളത്. സിറ്റിംഗ് LDF ആണ് ഇവിടെ ഭരണം നടത്തുന്നത്. എന്നാൽ ഈ കോർപ്പറേഷനുകളൊക്കെയും തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മറ്റു 2 മുന്നണികളും ശക്തമായി തന്നെ രംഗത്തുള്ളത്. എന്നാൽ ഇത് നിലനിർത്തുക എന്നതാണ് LDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ് ഈ 3 കോർപ്പറേഷനുകളിലും ഏറ്റവും പ്രധാന മത്സരം നടക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്ന്. ജനങ്ങൾ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയൊരു കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം. കാരണം സംസ്ഥാനത്ത് LDF സർക്കാർ തുടർച്ചയായ 2ാം തവണ ഭരണത്തിലെത്തുകയും ഒപ്പം തന്നെ ഈ തുടർച്ചയായി LDF ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ പിടിമുറുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കണ്ടുവന്നിരുന്നത്. അത് 35 സീറ്റുകൾ വരെ കഴിഞ്ഞ തവണ BJP നേടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഒരു പക്ഷേ ഇപ്രാവശ്യം അവർ ഭരണത്തിലേക്ക് എത്തുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ പ്രചരണ പരിപാടികളുമായി രംഗത്തേക്ക് പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി എത്തിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ പിടിക്കുക എന്നത് BJPയുടെ ലക്ഷ്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടുതൽ പദ്ധതികൾ അടക്കം സംസ്ഥാനത്തേക്ക് നേരത്തെ മുതൽ തന്നെ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പ്രചരണ പരിപാടികൾക്കാണ് BJP നേതൃത്വം നൽകിയത്. ആദ്യഘട്ടങ്ങളിലടക്കം ജനകീയ വിഷയങ്ങൾ എല്ലാ പ്രചരണ പരിപാടികളിലും സജീവമായിരുന്നുവെങ്കിൽ പിന്നീട് അവയൊക്കെ മാറി മറിയുന്ന ഒരു കാഴ്ച, സംസ്ഥാന തലത്തിലേക്ക് പല വിഷയങ്ങളും ചർച്ചയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുതന്നെയായാലും സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. കൊട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ ഒരു ആത്മവിശ്വാസമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും നാളെ ഒരു ദിവസത്തേക്ക് ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ആ നിശബ്ദ പ്രചരണത്തിൽ ഏതു തരത്തിൽ വോട്ടുകൾ കൂട്ടിക്കിഴിക്കപ്പെടും എന്നുകൂടിയാണ് ഇനി നോക്കാനുള്ളത്. അതുതന്നെയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രമുഖ നേതാക്കളൊക്കെ തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ക്ഷേമ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ, പ്രാദേശിക വിഷയങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ പ്രചരണ വിഷയവും ആയിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. മട്ടന്നൂർ നഗരസഭ ഒഴികെ 1,199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിൽ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത് ഉള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിലായി നടക്കുന്ന ആദ്യഘട്ടത്തിൽ 471 ഗ്രാമപഞ്ചായത്തുകളിലെ 8,310 വാർഡുകളിലേക്കും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 1,090 വാർഡുകളിലേക്കും 7 പഞ്ചായത്തുകളിലെ 164 വാർഡുകളിലേക്കും
39 മുനിസിപ്പാലിറ്റികളിലെ 1371 വാർഡുകളിലേക്കും കോർപ്പറേഷനുകളിലെ 233 വാർഡുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,408 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ആകെ 75,643 സ്ഥാനാർത്ഥികളിൽ 36,034 പുരുഷന്മാരും 39,609 പേർ സ്ത്രീകളും ഒരാൾ ട്രാൻസ്ജെൻഡറുമാണ്. രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കണ്ണൂർ ജില്ലയിൽ 14 പേരും കാസർഗോഡ് 2 വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലായി ആകെ 2,86,24,558 സമ്മതിദായകരാണുള്ളത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 126 ട്രാൻസ്ജെൻഡർമാർ ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഇവരിൽ 456 പേർ പ്രവാസികളാണ്. തലസ്ഥാനത്തെ വോട്ടിംഗ് ഉപകരണ വിതരണ കേന്ദ്രത്തിലെ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. വോട്ടെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ ജില്ലകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ നാളെ രാവിലെ മുതൽ രാവിലെ 9 മണിക്ക് മുമ്പായി തന്നെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്യുകയും 9 മണിയോടുകൂടി തന്നെ പോളിംഗ് സാധനങ്ങളുടെയും EVM-കളുടെയും വിതരണം ആരംഭിക്കുകയും ഉച്ചയോടുകൂടി പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് പാർട്ടീസ് എത്തിച്ചേരുകയും ചെയ്യുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ 2,535 ബൂത്തുകളെ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബൂത്തുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വനിതാ ഓഫീസർമാർ ഉൾപ്പെടുന്ന പിങ്ക് ബൂത്തുകളും യുവ ബൂത്തുകളും മാതൃകാ ബൂത്തുകളും തലസ്ഥാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. സമാധാനപരമായി വോട്ടിംഗ് പൂർത്തിയാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. AKG സെന്ററിൽ നടന്ന കൂടിക്കാഴ്ച അവർ ആവശ്യപ്പെട്ട പ്രകാരമെന്നും അവരെ മുഖത്തു നോക്കി വർഗീയവാദികളെന്ന് താൻ വിളിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. LDF-ന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ UDF-നെ വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 600 വാഗ്ദാനങ്ങളിൽ 580 LDF നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേന്ദ്രം മുഖം തിരിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. തുടർഭരണത്തിന്റെ ഘട്ടത്തിൽ കേരളം മുന്നോട്ട് പോയോ പുറകോട്ട് പോയോ എന്ന് നാട് വിലയിരുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ മുതൽ ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരത്തിന് തുടക്കമിട്ടത്. 600 വാഗ്ദാനങ്ങളിൽ 580 നടപ്പിലാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് AKG സെന്ററിൽ വെച്ച് അത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തുവെന്നും ലീഗ് ജമാഅത്തയുടെ നിലപാടിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 4 വോട്ടിന് വേണ്ടി UDF അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ UDF നേതൃത്വം ഇനിയെങ്കിലും അവരെന്ന് വെച്ചാൽ UDF എങ്ങനെയാണ് മാറിയത്, ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ കണ്ണിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ഏത് നിലയിലാണ് നവീകരിക്കപ്പെട്ടത്, അതെങ്കിലും വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. പ്രളയം, ഓഖി തുടങ്ങിയ പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഘട്ടങ്ങളിൽ സഹായം ആവശ്യമായിരുന്നുവെങ്കിലും മുഖം തിരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തകർച്ച നേരിടുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. സഹായം നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സഹായകരമായ നിലപാടല്ല സ്വീകരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. വലിയ തോതിലുള്ള പുറംതിരിഞ്ഞു നിൽക്കൽ, കേരളത്തോടൊരു വെറുമുഖം കാണിക്കൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് നമ്മുടെ അനുഭവം. നേരത്തെ MP-മാരുടെ പ്രകടനത്തെ സംബന്ധിച്ച് വെല്ലുവിളിച്ച KC വേണുഗോപാലിന് സംവാദത്തിന് തയ്യാറാണെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചപ്പോൾ AY കാറ്റഗറി കാർഡുകൾ റദ്ദാക്കുമോ എന്ന ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തെ പ്രതിസന്ധിയിലാക്കാനാണ് UDF MP-മാർ ശ്രമിച്ചത്. പാർലമെന്റിൽ കേരള വിരുദ്ധ നിലപാടാണ് UDF MP-മാർ സ്വീകരിച്ചതെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് അന്വേഷണം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന
എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അമൃത ന്യൂസ്, കോഴിക്കോട്. എന്നാൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത്. കോൺഗ്രസ് MPമാർ പാർലമെന്റിൽ തങ്ങളുടെ നിലപാട് ശക്തമായി അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്ന സമയത്ത് സംവാദത്തിന് തയ്യാറാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വളരെ സന്തോഷം മുഖ്യമന്ത്രി ആ വെല്ലുവിളി സ്വീകരിച്ചതിന്. മുഖ്യമന്ത്രിക്ക് തയ്യാറാണെങ്കിൽ നാളെ തന്നെ ഞാൻ തയ്യാറാണ്. നാളെ തന്നെ ഒരു ദിവസം പോലും വൈകിക്കാതെ നടത്താൻ തയ്യാറാണ്. ഞങ്ങളുടെ എല്ലാ MPമാരെയും കൂടെ അണിനിരത്താം. മുഖ്യമന്ത്രി ആ സംവാദത്തിൽ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. അതല്ല മുഖ്യമന്ത്രിക്ക് നാളെ സൗകര്യം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏത് ദിവസമാണ് സൗകര്യം? മറ്റന്നാളാണ്, അടുത്ത ദിവസങ്ങൾ ഏത് ദിവസങ്ങളാണ്? ആ ദിവസം അറിയിച്ചാൽ ആ ദിവസത്തേക്ക് ഞാൻ സൗകര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനത്തെ LDF രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചെന്ന് ആരോപിച്ച് UDF. ഇന്ന് രാവിലെ മേയർ M. അനിൽകുമാർ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സന്ദർശിച്ചതോടെയാണ് പുതിയ വിവാദം ഉയർന്നത്. മേയർ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് TJ വിനോദ് MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിർമ്മാണം പൂർത്തിയായ CBG പ്ലാന്റ് മേയർ M. അനിൽകുമാർ സന്ദർശിച്ചതോടെയാണ് പുതിയ വാദപ്രതിവാദങ്ങൾക്ക് തുടക്കമായത്. 2 വർഷം മുൻപുള്ള ബ്രഹ്മപുരമല്ല ഇപ്പോഴെന്നും 99% മാലിന്യവും ബയോമൈനിങ്ങിലൂടെ സംസ്കരിച്ചെന്നുമായിരുന്നു മേയർ അറിയിച്ചത്. ഇതെല്ലാം വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരൊറ്റ കോമ്പൗണ്ടിനകത്ത് ഇത്രയധികം സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ നടക്കുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കൊച്ചി മാറും. കേരളം ഇന്ത്യക്ക് മാതൃകയാകും. ഒരു ടെക്നോളജി ഫെയിലായാൽ മറ്റേ 2 ടെക്നോളജിയും പകരം ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൂടി വന്ന 3 ടെക്നോളജി വരും. അതുകൊണ്ട് കൊച്ചി നഗരസഭയുടെ ഈ കൗൺസിൽ ഭരണത്തെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും LDFകാർ മാത്രമായിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. നിശ്ചയമായും ഒരു വലിയ പങ്ക് വോട്ട് കിട്ടാൻ പോകുന്ന UDFൻ്റെയും വോട്ടർമാരും ഒപ്പം സ്വതന്ത്രരായ മനുഷ്യരുടേതായിരിക്കും എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. മേയറുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. CPMന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് മേയർ ചെയ്തതെന്ന് UDF സ്ഥാനാർത്ഥി ദീപ്തി മേരി വർഗീസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് 2 ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ഈ പ്ലാന്റ് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഇലക്ഷൻ പ്രചരണം നടത്തുകയാണ് മേയർ M. അനിൽകുമാർ. CPMന് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗവും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മേയറുമായിരുന്ന മേയർ M. അനിൽകുമാർ. ഇത് തീർച്ചയായിട്ടും ചട്ടലംഘനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും. ഞങ്ങൾ പരാതി കൊടുക്കും. മേയർ M. അനിൽകുമാറിനെതിരെ TJ വിനോദ് MLA തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പ്ലാന്റിന്റെ നിർമ്മാണം രാഷ്ട്രീയമായി അവകാശപ്പെട്ട് വോട്ട് തേടിയെന്നാരോപിച്ചാണ് പരാതി. BPCL എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ CBG പ്ലാന്റിൻ്റെ നിർമ്മാണം ഏതാണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം പോലും നടത്താതെ ഇന്ന് പത്രമാധ്യമങ്ങൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അതിൻ്റെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും അത് തൻ്റെ വികസന നേട്ടമാണ് എന്ന് പരസ്യമായി പറയുകയും അതിൻ്റെ പൊളിറ്റിക്കലായി അതിൻ്റെ വോട്ടുകൾ തനിക്ക് അനുകൂലമായി തൻ്റെ മുന്നണിക്ക് അനുകൂലമായി നൽകണമെന്ന രീതിയിൽ മേയർ നടത്തിയ ആ ഒരു പ്രസ്താവന തീർത്തും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഗുരുതരമായ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട്ടെ ചുവപ്പുകോട്ട തകർക്കാനൊരുങ്ങി UDFും BJPയും. കോർപ്പറേഷനിൽ 4.5 പതിറ്റാണ്ടായും ജില്ലാ പഞ്ചായത്തിൽ 3 പതിറ്റാണ്ടായും തുടരുന്ന ഇടതുപക്ഷ ഭരണം ഇത്തവണ അട്ടിമറിക്കുമെന്നാണ് ഇരു മുന്നണികളുടെയും വാദം. അതേസമയം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് LDFന്റെ മറുപടി. ഇത്തവണയും ഉജ്ജ്വല വിജയം നേടി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം തുടർച്ചയായി 50ാം വർഷ റെക്കോർഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് LDF. 3 പതിറ്റാണ്ടായി ജില്ലാ പഞ്ചായത്ത് ഭരണവും തങ്ങളുടെ കൈകളിലാണെന്ന ആത്മവിശ്വാസവും LDFനുണ്ട്. കൂടാതെ 10 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 3 നഗരസഭകൾ, 42 പഞ്ചായത്തുകൾ എന്നിവ ഭരിക്കുന്നതും LDF ആണ്. 4 നഗരസഭകളും 28 പഞ്ചായത്തുകളും 2 ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ് UDFനുള്ളത്. കോർപ്പറേഷനിൽ 7 വാർഡുകളും ചില പഞ്ചായത്ത് വാർഡുകളുമാണ് BJPയുടെ കൈവശമുള്ളത്. എല്ലാ തവണത്തെയും അപേക്ഷിച്ച് കോഴിക്കോട് ഇത്തവണ തീ പാറുന്ന പോരാട്ടം നടക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വികസനവും വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും വെൽഫെയർ പാർട്ടി ബന്ധവും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ പ്രതിസന്ധികളുമെല്ലാം കോഴിക്കോട് ചർച്ചാ വിഷയങ്ങളാണ്. കോർപ്പറേഷൻ ഭരണത്തിൽ ഇത്തവണ UDFും BJPയും വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇത്തവണ ചരിത്രത്തില്ലാത്ത വിജയം ഈ ജില്ലയിൽ UDF നേടും. 48 വർഷക്കാലം കോഴിക്കോട്ട് നഗരത്തിൽ, പ്രത്യേകിച്ച് ജില്ലയിലാകമാനം തന്നെ വികസനം അന്യമാക്കിയിട്ടുള്ള LDF
ഈ നഗരസഭയിൽ അപ്രസക്തമാകും, തകർന്ന തരിപ്പണമാകും. സമാനമാണ് UDFിന്റെയും അവസ്ഥ. എന്നാൽ ഇത്തവണയും വമ്പിച്ച ഭൂരിപക്ഷം കിട്ടുമെന്നതിൽ LDFന് ഒരു സംശയവുമില്ല. വമ്പിച്ച വിജയം ഈ ജില്ലക്കകത്തു സംസ്ഥാനത്തുടനീളം നേടുന്നതിൻ്റെ ഭാഗമായി തന്നെ ഈ ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനം ഉറപ്പിക്കുകയല്ല, സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മീഞ്ചന്ത് വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദാണ് LDFിന്റെ മേയർ സ്ഥാനാർത്ഥി. UDF ഭരണം കൈക്കലാക്കിയാൽ പാറപ്പടി വാർഡ് സ്ഥാനാർത്ഥിയും KPCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PM നിയാസിനും, BJP ആണെങ്കിൽ കാരപ്പറമ്പ് വാർഡ് സ്ഥാനാർത്ഥിയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസിനുമാണ് സാധ്യത. അമൃത ന്യൂസ്, കോഴിക്കോട്. തന്റെ ഒരൊറ്റ തീരുമാനത്തിലൂടെ മറ്റുള്ളവർക്കും മാതൃകയായ 41-കാരനാണ് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്നത്. മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുനൽകാൻ തീരുമാനിച്ച രജീഷ് കാരശ്ശേരിയാണ് ഇത്തവണ LDF ടിക്കറ്റിൽ മത്സരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലം ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് രജീഷ് നൽകുന്നത്. എന്റെ മരണശേഷം എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗവും ആർക്കു വേണമെങ്കിലും ചികിത്സയ്ക്കായി ഉപയോഗിക്കാം. 1 വർഷം മുൻപാണ് രജീഷ് കാരശ്ശേരി മരണശേഷം ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കാനുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകിയത്. ആദ്യം വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുടുംബവും തീരുമാനത്തെ അനുകൂലിച്ചു. മക്കൾ അതിനാദ്യം സമ്മതം മൂളിയില്ലായിരുന്നു. പക്ഷെ മക്കളൊക്കെ വലുതായ സമയത്ത് ഞാനത് എൻ്റെ മോളെ കൊണ്ട് സംസാരിപ്പിച്ച് മോൾ ഉൾപ്പെടെ അതിന് എങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ വർഷം, ഈ വർഷം ആദ്യത്തിലാന്ന് തോന്നുന്നുണ്ട്, ജനുവരിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, ഞാനത് ഓൺലൈനിൽ അത്തരം ഒരു ഇത് ചെയ്തിട്ടുള്ളത്. കുന്നമംഗലം ബ്ലോക്കിലേക്ക് കാരശ്ശേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന രജീഷ് കാരശ്ശേരിയുടെ ഈ തീരുമാനം LDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ നാസർ കൊളായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആളുകൾ അറിയുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് കൂടെയുണ്ടാകുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാനുള്ളതെന്നും രജീഷ് പറയുന്നു. മരണശേഷവും ഞാൻ ആളുകൾക്ക് ഗുണം എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അതായിരിക്കണം. UDFിന്റെ കോട്ടയായ കാരശ്ശേരി ഡിവിഷൻ പിടിച്ചടക്കുമെന്ന പ്രതീക്ഷയിലാണ് രജീഷ് കാരശ്ശേരി. അമൃത ന്യൂസ്, കോഴിക്കോട്. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിധി നാളെയാണ്. 1-ാം പ്രതി പൾസർ സുനി, 8-ാം പ്രതി നടൻ ദിലീപ് അടക്കം 10 പേർ കുറ്റക്കാരാണ്. 6 വർഷം നീണ്ട രഹസ്യ വിചാരണയുടെ സുപ്രധാന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 2012 മുതൽ തന്നെ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നെന്ന് ആക്രമിക്കപ്പെട്ട നടി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട 8 വർഷത്തിനു ശേഷമാണ് വിധി പ്രഖ്യാപനം. 2024 ഡിസംബർ 11-നാണ് കേസിൽ അന്തിമവാദം ആരംഭിച്ചത്. 2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് കൊച്ചി നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന കാറിൽ വെച്ച് നടി ക്രൂരപീഡനത്തിന് ഇരയായത്. കേസിലെ 1-ാം പ്രതി പൾസർ സുനി നടിയെ ആക്രമിക്കുകയും അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു കേസിന്റെ അന്വേഷണം. പൾസർ സുനി, നടൻ ദിലീപ് എന്നിവരടക്കം 9 പേരാണ് കേസിൽ പ്രതികൾ. സംഭവം നടന്ന ആദ്യ ദിനം തന്നെ ഡ്രൈവർ മാർട്ടിൻ പിടിയിലായി. പിന്നീട് ഫെബ്രുവരി 23-ാം തീയതി പോലീസിനെ വെട്ടിച്ച് കോടതിയിൽ കീഴടങ്ങാനെത്തിയ പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പൾസർ സുനി നടത്തിയ വെളിപ്പെടുത്തലിലാണ് കേസിൽ ദിലീപിന്റെ പങ്ക് പുറത്തുവന്നത്. പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിനയച്ച കത്തും പുറത്തു വന്നിരുന്നു. ദിലീപ് നൽകിയ കൊട്ടേഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടിയെ ആക്രമിച്ചതെന്നായിരുന്നു സുനിയുടെ വെളിപ്പെടുത്തൽ. 1.5 കോടിയാണ് ദിലീപ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും അതിൽ 80 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചതെന്നും സുനി പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു. 2017 ജൂലൈ 10-ന് കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തു. ജൂലൈ 11-ാം തീയതി അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിൽ അടച്ചു. ഇതേ ദിവസം താരസംഘടനയായ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ദിലീപിനെ പുറത്താക്കി. 2018 മാർച്ച് 8-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആദ്യഘട്ട വിചാരണ ആരംഭിച്ചു. 2018 ജൂണിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി. 4.5 വർഷം കൊണ്ടാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. സംഭവബഹുലമായിരുന്നു കേസിന്റെ വിചാരണ. 2020 ഫെബ്രുവരി 30-ന് കേസിലെ അന്തിമ വിചാരണ ആരംഭിച്ചു. പൾസർ സുനിയും ദിലീപും അടക്കമുള്ള പ്രതികൾ കോടതിയിലെത്തി.
സാക്ഷി വിസ്താരത്തിനിടെ 22 സാക്ഷികൾ കൂറുമാറി. 2020 നവംബർ 20 വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുള്ള നടിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. പിന്നാലെ ആദ്യം ചുമതലപ്പെടുത്തിയ പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് പിന്മാറി. 2021 മാർച്ച് 1 വിചാരണ 6 മാസത്തേക്ക് നീട്ടി സുപ്രീം കോടതി ഉത്തരവിട്ടു. 2021 ഡിസംബർ 17 സുപ്രീം കോടതിയിൽ നൽകിയ വിടുതൽ ഹർജി ദിലീപ് പിൻവലിച്ചു. 2024 ഡിസംബർ 11 കേസിൽ അന്തിമവാദം ആരംഭിച്ചത്. അതിനിടെ 2015 ഏപ്രിൽ 7 CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളി. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. തുടർന്ന് പ്രോസിക്യൂഷൻ മറുപടി വാദവും പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.